Your first lesson, know your planet. Get started. Write the names of 2 planets whose names start with the letter M, which lie beyond Saturn. Planets എന്താണെന്നറിയോ? എന്താ planets എന്ന് ആർക്കെങ്കിലും അറിയോ? പ്ലാനറ്റ്സിനെ കുറിച്ച് ആർക്കറിയാം? മക്കളെ, പ്ലാനറ്റ്സിനെ കുറിച്ച് ആർക്കറിയാം? ആർക്കെങ്കിലും അറിയോ? എന്താണ് പ്ലാനറ്റ് എന്ന് ആർക്കറിയാം? Which are the planets? Do you know anybody? Yes, Adidev is ready to tell the answer. Okay, Adidev, unmute and tell me. ഗ്രഹം അല്ലേ? എന്താ ഗ്രഹം എന്ന് പറഞ്ഞാല്? ഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാനറ്റിന്റെ മലയാളം വേർഡ് ഗ്രഹം. ഓക്കെ, ദാറ്റ് ഈസ് കറക്റ്റ്. വാട്ട് ഈസ് എന്താ ഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? കാജൽ അറിയോ? സെറ, സെറ. ഓക്കെ, അൺമ്യൂട്ട് ആൻഡ് ടെൽ മീ. സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റം. ഓക്കെ, ഇപ്പൊ നമുക്ക് എത്ര പ്ലാനറ്റ്സ് ഉണ്ടെന്ന് അറിയോ? 8 പ്ലാനറ്റ്സ് ഉണ്ട് അല്ലേ? There are 8 planets in the solar system. നമ്മുടെ സോളാർ സിസ്റ്റത്തില് 8 പ്ലാനറ്റ്സ് ഉണ്ട്. Which are the 8 planets in the solar system? ഏതൊക്കെയാ? Which are the 8 planets in the solar system? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ, 5th പഠിച്ചതല്ലേ കൃപ മേരി? What are the 8 planets in the solar system? Unmute. Mercury, Venus. Mercury, Venus, Uranus, Neptune, Earth. Neptune is helping you. ആരാ അവിടെ സഹായിക്കുന്നതിന്? ആരും ഇല്ലാന്ന് പറയാന്ന് അല്ലേ? ഓക്കെ, ഇപ്പൊ നമ്മൾ പ്ലാനറ്റ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ, പ്രീവിയസ് ക്ലാസ്സിൽ we learned about planets in the solar system. What are the planets in the solar system? We learned about in the previous class. Okay, yes, here write the names of 2 planets whose names start with the letter M. M ൽ തുടങ്ങുന്ന ഒരു പ്ലാനറ്റിന്റെ പേര്. That is Mercury അല്ലേ? Mercury, MERCURY. Mercury is the planet in the solar system. Yes, Pedrin. Mars. Okay, where? Mercury. Mars and Mercury. Okay. Then which lie beyond Saturn? ഏതാണ് Saturn beyond Saturn? അതവിടെ നിൽക്കട്ടെ, നമുക്ക് അതവിടെ വെച്ചിട്ട് ബാക്കി എടുക്കാം. Which of the 8 planets would you like to visit and why? Discuss in class. Which of the 8 planets would you like to visit? നിങ്ങൾക്ക് ഏത് പ്ലാനറ്റ് ആണ് വിസിറ്റ് ചെയ്യാൻ ഇഷ്ടം? കാരണം എന്തുകൊണ്ട്? Discuss in class. Do you like any planets? Would you like to visit any planet? ഏതെങ്കിലും പ്ലാനറ്റ് വിസിറ്റ് ചെയ്യാൻ ഇഷ്ടമുണ്ടോ? ഇല്ലേ? ഏത് പ്ലാനറ്റാ വിസിറ്റ് ചെയ്യാൻ ഇഷ്ടം? Would you like any planet to visit? If you like visit any planet, please tell the name. ഏത് പ്ലാനറ്റാ ഇഷ്ടം? ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തമ്പ് തന്നെ, അല്ലെങ്കിൽ കൈ കാണിച്ചേ. ദേവാഞ്ജനക്ക് ഉണ്ട്. എന്താ ദേവാഞ്ജന, ഏത് പ്ലാനറ്റ് കാണാൻ ഇഷ്ടം? ഏത് പ്ലാനറ്റ് വിസിറ്റ് ചെയ്യാനാ ഇഷ്ടം? എർത്തിൽ നമ്മൾ ഉണ്ടല്ലോ, പിന്നെന്താ? വിസിറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഉണ്ടോ? അൽനയ്ക്കുണ്ട്. അൽന ഏത് പ്ലാനറ്റാ വിസിറ്റ് ചെയ്യാൻ ഇഷ്ടം?
അല്ല, സ്റ്റക്ക് ആയിരിക്ക. മുഹമ്മദ് നിഹാൽ പറഞ്ഞ മോനെ, ഏത് പ്ലാനറ്റാ? അൺമ്യൂട്ട് ചെയ്. എർത്ത്. എല്ലാവർക്കും ഇഷ്ടം എർത്ത് വിസിറ്റ് ചെയ്യാനാണ് അല്ലേ? ഓക്കെ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലത്തെ 5ാം ക്ലാസ്സിലത്തെ ടെക്സ്റ്റ് എടുക്കുക. അതിൽ 8 പ്ലാനറ്റ്സ്, there are 8 planets in the solar system. നാളത്തേക്കുള്ള ഹോംവർക്ക് ആണ്. ആ 8 planets according to its order. All of you please write the name of 8 planets in the solar system according to its order. നാളത്തെ ഹോംവർക്ക് ഇത്രയാണ്. നിങ്ങൾ 8 സോളാർ സിസ്റ്റം കാണുന്ന 8 പ്ലാനറ്റ്സും അതിന്റെ ഓർഡർ അനുസരിച്ച് എഴുതുക. ഓക്കെ, മറക്കല്ലേ? Then next one, our earth is a unique planet. എന്താ ദേവാഞ്ജന? ഹോംവർക്ക് ചിത്രം വരക്കണം. ടെക്സ്റ്റിൽ ഉണ്ടല്ലോ, 5th ടെക്സ്റ്റ് ഇല്ലേ? വരക്കണം. പഠിച്ച കാര്യമാണ്. 8 പ്ലാനറ്റ്സും അതിന്റെ എന്താ പറയാ, അതിനൊരു മാനർ ഉണ്ട് അല്ലെ, ഓർഡർ ഉണ്ട്. ആ ഓർഡറിനനുസരിച്ച് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതെന്ത് ചെയ്യാ, അതുപോലെ തന്നെ ആ ഓർബിറ്റ് വരച്ചത് എഴുതുക കേട്ടോ. ഓക്കെ, എന്താ ഫെഡ്രിൻ? ഫെഡ്രിൻ ടീച്ചറെ നോട്ടിലാ? ക്ലാസ് വർക്കില്. ഓക്കെ, മക്കളെ ശ്രദ്ധിക്ക്. Our earth is a unique planet. It is the only planet in our solar system that has water and air. Our earth has land masses and water bodies. The large land masses are called continents. The large water bodies are called oceans. See map 1 and learn the names. നമുക്കറിയാം, our earth is a unique planet. അല്ലെ? Earth is a unique planet. It is the only planet in our solar system that has water and air. അതായത് എർത്ത് എന്ന് പറയുന്ന ഒരു യുണീക്ക് പ്ലാനറ്റ് ആണ്. ആ എർത്ത്, ആ യുണീക്ക് പ്ലാനറ്റ് ആയ എർത്തിൽ മാത്രമേ എന്തുള്ളൂ? വാട്ടറും എയറും. മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ എയറും വാട്ടറും കാണപ്പെടുന്ന ഏക പ്ലാനറ്റ് ആണ് ഇത് എർത്ത്. എർത്ത് ഈസ് എ യുണീക്ക് പ്ലാനറ്റ് because it consists water and air. Clear? Yes. Our earth has land masses and water bodies. ഈ എർത്തിൽ എന്തുണ്ട്? ലാൻഡ് മാസസ് ഉണ്ട്, വാട്ടർ ബോഡീസ് ഉണ്ട് അല്ലെ? ലാൻഡ് മാസസ് ആൻഡ് വാട്ടർ ബോഡീസ് are in the earth. Large water bodies are called oceans. Then large land masses are called continents. This one also studied in the previous class. Okay. But Earth is a unique planet. It is the only planet in our solar system that has water and air. വെള്ളവും എയറും കാണുന്ന ഒരേ ഒരു പ്ലാനറ്റ് ആണ് ഇത് Earth. Earth is the only planet which has water and air. Clear? Then large land masses are called continents. Large water bodies are called oceans. എന്താ കോണ്ടിനെന്റ്സ് എന്ന് പറഞ്ഞാല്? കോണ്ടിനെന്റ്സ് എന്ന് പറഞ്ഞാൽ ഭൂഖണ്ഡങ്ങൾ അല്ലെ? ഏഷ്യ, ആഫ്രിക്ക അല്ലെ? Large land masses are called continents. Large water bodies are called oceans. There are 4 oceans. അല്ലെ? There are 7 continents in the world. There are 4 oceans in the world. അല്ല മക്കളെ? എത്ര കോണ്ടിനെന്റ്സ് ഉണ്ട്? 7 കോണ്ടിനെന്റ്സ് ഉണ്ട്. അതുപോലെ എത്ര വാട്ടർ ബോഡീസ് ഉണ്ട്? 4 വാട്ടർ ബോഡീസ് അല്ലെ? Then shape of the earth. Do you know anybody what is the shape of earth? എന്താ ഭൂമിയുടെ ഷേപ്പ്? സർക്കിൾ ആണോ? സർക്കിൾ ആണോ? ആണ്. ഓക്കെ, നോക്കാം നമുക്ക് എന്താന്നേ. ഓവൽ ഷേപ്പ് ആണോ? ശരിക്കും സർക്കിൾ അല്ല, അതിനൊരു ചെരിവുണ്ട്. ഭൂമിയുടെ ആകൃതിക്ക് നല്ല എന്താ പറയാ, റൗണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതിനൊരു ചെറിയ ചെരിവുണ്ട് അല്ലെ? യെസ്. ഇപ്പൊ ഷേപ്പ് ഓഫ് ദ എർത്ത്, all of you please listen me. In ancient times, people believed that the earth was flat and had steep edges.
Ferdinand Magellan, a Portuguese explorer, sailed around the world and proved that the earth is round. Pictures taken from space have also proved that the earth is like a sphere. It is round, but is slightly flattened at the top and at the bottom. നമുക്കറിയാം, in ancient times, people believed that earth was flat. During the ancient time, all people believed that earth is flat. The shape of the earth is flat. Is it true? ശരിയാണോ? No, earth is not flat. It is round in shape. Clear? Ancient times le പഴയ കാലത്ത് ആൾക്കാർ വിശ്വസിച്ചിരുന്നത്, people believed that earth is flat in shape. After many years later, Ferdinand Magellan, he was a Portuguese explorer, proved that earth is not flat in shape. It is in round shape. Clear? അതായത് പഴയ കാലത്ത് ആൾക്കാർ വിശ്വസിച്ചിരുന്നത് ഭൂമി നല്ല ഫ്ലാറ്റ് ആണ് എന്നാണ്. പക്ഷേ കുറെ വർഷങ്ങൾക്ക് ശേഷം ഫെർഡിനൻഡ് മഗലൻ എന്ന് പറയുന്ന പോർച്ചുഗീസ് എക്സ്പ്ലോറർ തെളിയിച്ചു എന്ത്? ഭൂമി ഫ്ലാറ്റ് അല്ല, റൗണ്ട് ആണ്. Pictures taken from space have also proved that earth is like a sphere. അദ്ദേഹം എന്താ ചെയ്തത്? പിക്ചേഴ്സ്, അതായത് സ്പേസിൽ നിന്നുള്ള കുറെ പിക്ചേഴ്സിന്റെ അടിസ്ഥാനത്തിലും മഗല്ലന്റെ ഒപ്പീനിയന്റെ അഭിപ്രായത്തിലും ലാസ്റ്റ് തെളിയിക്കപ്പെട്ടു എന്ത്? ഭൂമി ഉരുണ്ടിട്ടാണ്, ഫ്ലാറ്റ് അല്ല എന്ന്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. There are 8 planets in the solar system. പിന്നെ Earth is the unique planet. Earth is a unique planet in the solar system which has air and water. Then Earth has land masses and Earth has water bodies. Large land masses are called continents. Large water bodies are called oceans. Clear? Are you okay? Okay ആണോ? Yes. പിന്നെ shape of Earth. In ancient times, people in the ancient times believed that Earth is flat. After many years later, Ferdinand Magellan was a Portuguese explorer. He proved that Earth is not flat in shape. It is the shape of round. Earth is in round shape. Then different pictures of Earth in the space prove that Earth is round in shape. Okay? ഇപ്പൊ ഭൂമിയുടെ ആകൃതി ഫ്ലാറ്റിലല്ല അല്ലെ അവരെ വിശ്വസിച്ചിരുന്നത്, അതായത് ആൻഷ്യന്റ് ടൈംസിലെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് തെറ്റാണ് അല്ലെ. ഇനി ഡിഡ് യു സീ ദ ഗ്ലോബ്? കണ്ടിട്ടുണ്ടോ? ഗ്ലോബ് കണ്ടിട്ടുണ്ടോ? എന്താ ഗ്ലോബ് എന്ന് പറഞ്ഞാല്? വാട്ട് ഈസ് ദ യൂസ് ഓഫ് എ ഗ്ലോബ്? വാട്ട് ഈസ് ദ യൂസ് ഓഫ് എ ഗ്ലോബ്? എന്താ ഗ്ലോബ് എന്ന് പറഞ്ഞാല്? എന്താ ഗ്ലോബിന്റെ ഉപയോഗം? എന്തിനു വേണ്ടിയാ ഗ്ലോബ് ഉപയോഗിക്കുക? ശ്രീദേവ് കൃഷ്ണ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് എ ഗ്ലോബ്? ഡിഡ് യു സീ ദ ഗ്ലോബ്? അൺമ്യൂട്ട് പ്ലീസ്. എന്തിനാ നമ്മൾ ഗ്ലോബ് ഉപയോഗിക്കുക? എന്തിനാ ഗ്ലോബ് ഉപയോഗിക്കുക? ഭൂമിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അല്ലെ, എർത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഗ്ലോബ് ഉപയോഗിക്കുക അല്ലെ. ഗ്ലോബ് എന്ന് പറയുന്നത് എർത്തിന്റെ ഒരു മോഡലാണ് അല്ലെ. മോഡൽ ഓഫ് ദ എർത്ത് ഈസ് എ ഗ്ലോബ്. ഗ്ലോബ് ഈസ് ദ മോഡൽ ഓഫ് എർത്ത് അല്ലെ. ഭൂമിയുടെ ഒരു മോഡലാണ് എന്ത്? ഗ്ലോബ്. ഇപ്പൊ ഭൂമിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി, എർത്തിനെ കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന മോഡലിന് പറയുന്ന പേരാണ് ഗ്ലോബ്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. What is a globe? Listen. To study the earth, we need its model. A globe is a simple and accurate model of the earth. It shows the distribution of land and water on the surface of the earth. We can also see the correct shape, size and location of the continents and oceans on a globe. So, നമ്മൾ ഗ്ലോബ് ഉപയോഗിക്കുന്നത് to study about the earth. Clear?
globe is the model of earth and it is used to study the earth. Globe, what is a globe എന്ന് വെച്ചാൽ ഇതാണ് ആൻസർ. It is the model of earth. Globe is the model of earth and it is used to study about the earth. ഭൂമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭൂമിയുടെ മോഡലിന് പറയുന്ന പേരാണ് ഗ്ലോബ്. മനസ്സിലായോ? മനസ്സിലായോ? യെസ്. But we cannot always use a globe to study the earth. This is because എന്താ പറഞ്ഞേ? എന്നാലേ we cannot always use a globe. എപ്പോഴും നമ്മൾ പഠിക്കാൻ വേണ്ടി ഗ്ലോബ് ആണ് ഉപയോഗിക്കുക ഭൂമിനെ കുറിച്ച് പഠിക്കാൻ. ഭൂമിനെ കുറിച്ച് എന്ത് കാര്യങ്ങളും പഠിക്കണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഗ്ലോബ് കൊണ്ടുപോക്കോ? ഇല്ല അല്ലേ? യെസ്. അതെന്തുകൊണ്ടാ? This is because first point, a large globe is difficult to carry around. അതായത് എപ്പോ നമുക്ക് ഗ്ലോബ് ഭൂമിനെ കുറിച്ച് പഠിക്കണമെങ്കിലും ഗ്ലോബ് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ? അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തുകൊണ്ടാണോ? ഒന്നാമത്തെ കാര്യം, ലാർജ് ഗ്ലോബ് ഈസ് ഡിഫിക്കൽട്ട് ടു ക്യാരി അറൗണ്ട്. വലിയ ഗ്ലോബ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോകുന്നിടത്തൊക്കെ ഇത് കൊണ്ടുപോകാൻ പറ്റുമോ? ഷെഫി ഇപ്പൊ നാളെ പയ്യന്നൂർ പോവാണ്. പയ്യന്നൂർ പോയിട്ടാണ് ഗ്ലോബിനെ പഠിക്കണമെങ്കിൽ ഈ വലിയ ഗ്ലോബ് എടുത്ത് ഷെഫി പോവോ? ഇല്ല. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ക്യാരി അല്ലെ? എ ലാർജ് ഗ്ലോബ് ഈസ് ഡിഫിക്കൽട്ട് ടു ക്യാരി അറൗണ്ട്. Second point, a globe is small and all the details of a place cannot be shown on it. ഗ്ലോബ് ചെറുതാണല്ലേ? വലിയ ഗ്ലോബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ചെറിയ ഗ്ലോബിൽ എന്ത് പറ്റില്ല? all details of a place cannot be shown on it. ചെറിയ ഗ്ലോബ് ആയതുകൊണ്ട്, ഗ്ലോബ് ചെറുതായതുകൊണ്ട് അതിൽ എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണിക്കാൻ പറ്റുമോ? എല്ലാ കൺട്രീസും നമുക്ക് കാണിക്കാൻ പറ്റും ചെറിയ ഗ്ലോബില്? ഇല്ല അല്ലെ? ഗ്ലോബ് ഈസ് എ സ്മോൾ തിങ്, സോ വി കനോട്ട് മാർക്ക് ഓൾ കൺട്രീസ് ഓർ അതർ തിങ്സ് ഓൺ ഇറ്റ്. ക്ലിയർ? Then third point, we cannot make a globe for a part of the earth. നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റില്ല? We cannot make a globe for a part of the earth. ഭൂമിയുടെ ഒരു ഭാഗമായിട്ട് മാത്രം ഗ്ലോബിൽ കാണിക്കാൻ പറ്റുമോ? ഭൂമി ഒരു വലിയ ഭൂമിയിലെ പകുതി ഭാഗം മാത്രം ഗ്ലോബിൽ കാണിക്കാൻ പറ്റുമോ? ഇല്ല. We cannot make a globe for a part of the earth. ഭൂമിയുടെ ഒരു ഭാഗം മാത്രം കാണിക്കാൻ വേണ്ടി നമുക്ക് ഒരിക്കലും ഗ്ലോബ് ഉണ്ടാക്കാൻ പറ്റില്ല. നെക്സ്റ്റ്, only 1/2 of the earth can be seen at a time on a globe. ഒരു സമയത്ത് നമുക്ക് ഭൂമിയുടെ പകുതി ഭാഗം മാത്രമേ ഗ്ലോബിൽ കാണാൻ പറ്റുള്ളൂ അല്ലെ? ഗ്ലോബ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരേ സമയം ഈ ഒരു ഭാഗമല്ലേ കാണാൻ പറ്റുള്ളൂ. മറ്റേ ഭാഗം കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് റൊട്ടേറ്റ് ചെയ്യണം. വേണ്ടേ? അപ്പൊ ഒരേ സമയത്ത് നമുക്ക് ഹോൾ എർത്തിനെ നമുക്ക് ഗ്ലോബിൽ കാണാൻ പറ്റില്ല. മനസ്സിലായോ? We can see half of the earth at the same time. When we want to see the other side, we can rotate it. Clear? മനസ്സിലായോ? ഓക്കെ. ഇത്രയും ശ്രദ്ധിക്കുക. ഒന്ന് മിസ് പറയാം. ഇന്ന് പഠിച്ചത് നമ്മുടെ പ്ലാനറ്റ്സിനെ കുറിച്ചാണ്. There are 8 planets in the solar system. Which are the 8 planets? We have learned about the previous class. So all of you write the names of planets in the solar system in your notebook with the help of textbook in the previous class. Okay? Yes. പിന്നെ നമ്മൾ പറഞ്ഞു Earth, Earth is a unique planet in the solar system. It is the only planet we can see water and air. വാട്ടറും എയറും കാണുന്ന ഒരേ ഒരു പ്ലാനറ്റ് എന്ന് പറയുന്നത് എർത്ത് ആണ് അല്ലെ? 8 planets in the solar system. 8 planets ഉണ്ടെങ്കിലും അതിൽ ഒരു പ്ലാനറ്റിൽ മാത്രം, അതായത് എർത്തിൽ മാത്രമേ നമുക്ക് എയറും വാട്ടറും കാണാൻ സാധിക്കുള്ളൂ. We can see water and air in the only planet, that is Earth. Clear? Then Earth has land masses and Earth has water bodies. Large land masses are called continents. Large land masses നമ്മൾ പറയുന്ന പേര് കോണ്ടിനെന്റ്സ് അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങൾ എന്നും, ലാർജ് വാട്ടർ ബോഡീസിനെ നമ്മൾ പറയുന്ന പേര് ഓഷ്യൻസ് അല്ലെങ്കിൽ സമുദ്രങ്ങൾ എന്നും. ക്ലിയർ? ലാർജ് ലാൻഡ് മാസസ് ആർ കോൾഡ് കോണ്ടിനെന്റ്സ്. ലാർജ് വാട്ടർ ബോഡീസ് ആർ കോൾഡ് ഓഷ്യൻസ്. ക്ലിയർ? യെസ്. Next one, shape of Earth. During the ancient period or in the ancient people believed that Earth is flat in shape.
പഴയ കാലത്തെ ആൾക്കാർ വിശ്വസിച്ചിരുന്നത് ഫ്ലാറ്റ് ആകൃതിയിലാണ് ഭൂമി. ഇറ്റ് ഈസ് നോട്ട് ട്രൂ. അതൊരിക്കലും ശരിയല്ല അല്ലെ? അത് ശരിയല്ല. ആഫ്റ്റർ മെനി ഇയേഴ്സ് ലേറ്റർ ഫെർഡിനൻഡ് മഗല്ലൻ Portuguese explorer. After many years later, Ferdinand Magellan proved that Earth is round in shape. Ferdinand Magellan was a Portuguese explorer. He proved that Earth is not in flat shape; it is in round shape. Some pictures also prove that Earth is in round shape. Some photographs which have taken in space. സ്പേസിൽ നിന്നെടുത്ത ഒരുപാട് ഫോട്ടോസും തെളിയിക്കാണെന്ത് ഭൂമി ഉരുണ്ടിട്ടാണ്, ഫ്ലാറ്റ് അല്ല എന്ന്. ഇനി ദ മോഡൽ ഓഫ് എർത്ത് ഈസ് നോൺ ആസ് ഗ്ലോബ്. ഭൂമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഭൂമിയുടെ മോഡലിന് പറയുന്ന പേരാണ് ഗ്ലോബ്. ക്ലിയർ? ഗ്ലോബ് ഈസ് ദ മോഡൽ ഓഫ് എർത്ത്. And it is used to study about the earth. ഭൂമിയെ കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന ഭൂമിയുടെ മോഡലിന് നമ്മൾ ഗ്ലോബ് എന്ന് പറയും. ഇനി പിന്നെ പറയാണ്, it shows the distribution of land and water on the surface of the earth. We can also see the correct shape, size and location. നമുക്ക് ഗ്ലോബ് ഉപയോഗിച്ച് ഒരു രാജ്യത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ അല്ലെങ്കിൽ കറക്റ്റ് ഷേപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? യെസ്. പിന്നെ മാത്രമല്ല, ഒരേ സമയത്ത് നമുക്ക് ഗ്ലോബിന്റെ ഒരു ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അല്ലെ, ഉരുണ്ടിട്ടാണ് ഗ്ലോബ് എന്ന് പറഞ്ഞൊരു ചെറിയ ചെരിവുണ്ട്. അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ഭാഗം മാത്രമേ നമുക്ക് ഒരു ടൈമിൽ കാണാൻ പറ്റുള്ളൂ. മറ്റേ ഭാഗം കാണണമെങ്കിൽ നമുക്കത് റൊട്ടേറ്റ് ചെയ്യണം. ഇനി we cannot always use a globe to study about earth. ഭൂമിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് എപ്പോഴും ഗ്ലോബ് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ റീസൺ ഇതാണ്, a large globe is difficult to carry around. We cannot carry a large globe one place to another. നമുക്കൊരു വലിയ ഗ്ലോബ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എപ്പോഴും കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടല്ലേ? അല്ലേ? ഒരു വലിയ ഗ്ലോബ് നിങ്ങൾക്ക് ദിവസവും സ്കൂളിൽ വരുമ്പോൾ എടുത്തുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടല്ലേ അമ്മയ്യ? എളുപ്പാണോ? അല്ല, it is too difficult. അല്ലേ? A large globe carrying one place to another place is too difficult. Next one. A globe is small and all the details of a place cannot be shown on it. ചെറിയ ഗ്ലോബില് നമുക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റ് അതിൽ മാർക്ക് ചെയ്യാനും ബുദ്ധിമുട്ടാണ് അല്ലെ? നമുക്കറിയാം ഇന്ത്യയിൽ ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട് അല്ലെ? മെനി കൺട്രീസ് ആർ there in the world. ഈ എല്ലാ രാജ്യങ്ങളും ആ ഒരു ചെറിയ ഗ്ലോബില് മാർക്ക് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്, ബുദ്ധിമുട്ടാണ്. മൂന്നാമത്തത്, we cannot make a globe for a part of the earth. നമുക്ക് ഭൂമിയുടെ ഒരു ഭാഗം മാത്രമായിട്ടില്ലേ, അല്ലെങ്കിൽ ഭൂമിയുടെ കുറച്ച് ഭാഗം മാത്രമായിട്ട് ഒരു ഗ്ലോബ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ഗ്ലോബിലാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഭൂമിനെ മുഴുവനായി കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭൂമിയുടെ മോഡലാണ് ഗ്ലോബ്. അല്ലാതെ ഭൂമിയുടെ കുറച്ചു ഭാഗത്തെ മാത്രം കാണിക്കാൻ വേണ്ടി നമ്മൾ ഗ്ലോബ് ഉണ്ടാക്കാറില്ല. ലാസ്റ്റ് വൺ, only 1/2 of the earth can be seen at a time on a globe. നമുക്ക് ഒരു സമയത്ത് ഭൂമിയുടെ ഒരു ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ ഗ്ലോബിൽ അല്ലേ? നമുക്ക് ഇങ്ങനെ തിരിച്ചാണ് ഗ്ലോബ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ. മറ്റേ ഭാഗം കാണാൻ പറ്റുമോ? ഇല്ല. പിന്നെ അത് കാണാൻ മറ്റേ ഭാഗം കാണണമെങ്കിൽ വീണ്ടും നമ്മൾ തിരിച്ചു വെക്കണം. അപ്പൊ നമുക്ക് ഒരു സമയത്ത് only 1/2 of the earth can be seen at the time on a globe. ഒരു സമയത്ത് നമുക്ക് ഗ്ലോബിലെ ഒരു ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് ലോകത്തിന്റെ ഒരു ഭാഗം മാത്രമേ നമുക്ക് ഗ്ലോബില് കാണാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? Please read. വായിച്ചു നോക്കിയാട്ടെ. You can ask any doubt. വായിച്ചു നോക്ക് ശ്രീദേവ്.
ഫിനിഷ് ആണോ? കാജൽ ചൗഹാൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത മോളെ. കാജൽ. കാജൽ ചൗഹാൻ. മനസ്സിലായോ പഠിപ്പിച്ചത് കാജലിനെ? മനസ്സിലായോ? കാജൽ. ടീച്ചർ ടെക്സ്റ്റ് ഇല്ല. ടെക്സ്റ്റ് ഇല്ല. വേഴ്സ് യുവർ പ്ലേസ്? അവളുടെ വീട് എവിടെയാ? യുപി. യുപിയിലാണല്ലേ? ഓക്കെ. എന്താ ഹോംവർക്ക്? പ്ലാനറ്റ്സിനെ കുറിച്ച് എഴുതാൻ. There are 8 planets അല്ലെ? ആ പ്ലാനറ്റ്സിന്റെ പേര് എഴുതാൻ വേണ്ടിട്ടാണ് കേട്ടോ. പേര് മാത്രമാണോ? എങ്ങനെ? പേര് മാത്രമാണോ? പേര് മാത്രല്ല, അതിനൊരു അതിന്റെ എന്താ പറയുക, ഒരു സിസ്റ്റമാറ്റിക് മാനറില്ലേ നമ്മളത് വരച്ച് ചെയ്യുന്നില്ലേ? ഇനി ആരായിരുന്നു? അദ്വൈത് കമൽ. അദ്വൈതേ മനസ്സിലായോ മോനെ? അൺമ്യൂട്ട് ചെയ്തേ. മനസ്സിലായോ? ഓക്കെ. ഇനി ആരാ പുതിയ ആൾക്കാരെ? ബാക്കിയുള്ളവർക്ക് ദേവാഞ്ജന, ആൻഡ്രോസ്, ആരോൺ, സൂര്യദേവ്, ആദിദേവ്, സറ, ഷംവീൽ, അമയ. അമയൊക്കെ മനസ്സിലായോ? അമയ മിസ് പറഞ്ഞത് മനസ്സിലായോ? അൺമ്യൂട്ട് ചെയ്ത മോളെ. അമയ സുരേന്ദ്രൻ മനസ്സിലായോ? സംശയമുണ്ടോ? എന്തെങ്കിലും സംശയം? ഇല്ല. ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിച്ചോട്ടാ. ഓക്കെ. Then Devanjana, yes. Time is going to over. ഹോംവർക്ക് മനസ്സിലായിട്ടില്ല. മോളെ planets, names of planets. The previous class we learned about planets. There are 8 planets in the solar system. അല്ലേ? പഠിച്ചതല്ലേ? Which are the 8 planets in the solar system? അതെ, അതിന്റെ ഒരു ഓർഡർ ഉണ്ടല്ലേ? ആ ഓർഡർ അനുസരിച്ച് എഴുതാം. ഇനി all of you do your homework today itself without fail. After your writing, you can send me to my personal number. Okay? ആരും don't send your homework to the class group. ആരും ക്ലാസ് ഗ്രൂപ്പിൽ ചെയ്യരുത്, പേഴ്സണലായി സെൻഡ് ചെയ്യാം. ഈ ലെസൺ ഇപ്പൊ ഞാൻ എടുത്ത അത്രയും ഒരു 3 പ്രാവശ്യം വായിക്കണം കേട്ടോ. All of you read 3 times. വായിച്ചതിന് ശേഷം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിക്കാം. If you have any doubt about this lesson, you can call me anytime. Okay? ഇനി നിങ്ങൾ വിളിച്ചിട്ട് ഞാൻ എടുത്തില്ല എങ്കിൽ പിന്നെ ഞാൻ സമയം കിട്ടുമ്പോൾ നിങ്ങളെ തിരിച്ചു വിളിക്കൂട്ടോ. സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം. വിളിച്ച സമയത്ത് മിസ്സിന് എടുക്കാൻ പറ്റിയില്ല, അതായത് ക്ലാസ് ആയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ബിസി ആണെങ്കിൽ എടുത്തില്ല എങ്കിൽ I will call you later. Okay? Okay, bye bye. See you in the next class. Bye bye.